അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم. ബഹുമാന്യരായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്ന ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ സമ്മേളനത്തിൽ നമ്മുടെ സ്റ്റേജിനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സാദാത്യങ്ങളായ KKCM തങ്ങൾ, പുഴക്കാട്ടിരി നാടിന്റെ പ്രകാശങ്ങളായ സയ്യിദുമാരെ, മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ KP മജീദ് സാഹിബ്, ഒന്നരായ സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കേന്ദ്ര മുശാവറ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ഹൈദർ ഫൈദി ഉസ്താദ്, എന്റെ ഗുരുനാഥനായ അബ്ദു മാസ്റ്റർ, നമ്മുടെ മംഗള മണ്ഡലത്തിന്റെ ഈ സമ്മേളനത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ നേതൃ രംഗത്ത് പ്രവർത്തിച്ച നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈദി ഉസ്താദ് അവറുകൾ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി സാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്നരായ ഉസ്താദുമാരുടെയും നേതാക്കളുടെയും ധന്യമായ പ്രഭാഷണങ്ങൾ, ഉപദേശങ്ങൾ നാം ശ്രവിക്കുകയുണ്ടായി. അഹ്ലുസുന്നയെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളീയ മുസ്ലിംകളുടെ 1400 കൊല്ലത്തെ പാരമ്പര്യത്തിന്റെ സംരക്ഷണത്തിനും ഭാവി തലമുറക്കുള്ള യഥാർത്ഥമായ വഴി നിർദ്ദേശിച്ചു കൊടുക്കുന്നതിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആധികാരിക സംഘടന എന്ന് നമ്മുടെ ഉസ്താദുമാരും നേതാക്കളും ഇവിടെ വിളംബരപ്പെടുത്തുകയുണ്ടായി. ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഹ്രസ്വമാണെങ്കിലും കേരളീയ മുസ്ലിംകളുടെ ചരിത്രപരമായ പാരമ്പര്യത്തിന്റെ പ്രസക്തി, ആ പ്രസക്തി എക്കാലവും വിളിച്ചു പറയാനുള്ളതാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ കേരളത്തിൽ ഇസ്ലാം മതം സമാഗതമായി എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അന്ന് മുതൽക്ക് ഇന്നുവരെ നമുക്ക് കൈമാറി തന്ന ബഹുമാന്യരായ അബ്ദുസമദ് പൂക്കോട്ട് സാഹിബ് നമ്മുടെ പ്രതീക്ഷകളെ തട്ടിയുണർത്തിക്കൊണ്ട് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാം അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പായി കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതുകൊണ്ട് തന്നെ 1400 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഇസ്ലാമിന്റെ ആ സംശുദ്ധത നമ്മുടെ കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇസ്ലാം കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ കൃത്യമായ അതിന്റെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നു. ഇവിടെ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടുവെന്നും ആ പള്ളികളെ ചുറ്റിപ്പറ്റിക്കൊണ്ടൊരു ഇസ്ലാമികമായ സംസ്കാരം രൂപപ്പെട്ടുവെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. അന്ന് രൂപപ്പെട്ടു വന്ന സംസ്കാരത്തിൽ ആ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നു തന്നതാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ഇസ്ലാമിന്റെ മഹത്വം ശ്രവിച്ചു കേട്ട മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും പ്രബോധന വീഥിയിലൂടെ വളർന്നു വന്ന ഇസ്ലാമാണ്
നമ്മുടെ കേരളീയ മുസ്ലിംകളുടെ ഇസ്ലാം എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വസ്തുത നാം മാത്രമല്ല, നമ്മുടെ നേതാക്കന്മാർ മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുത ഇവിടെ വിളംബരപ്പെടുത്താൻ ചരിത്രപരമായ ഇസ്ലാമിന്റെ 1400 കൊല്ലത്തെ പാരമ്പര്യത്തെ ചരിത്രത്തിൽ നിന്നും അറ്റിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് ഇതര വിദഈ കക്ഷികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളുമൊക്കെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ, അത് മടവൂരി ഗ്രൂപ്പാവട്ടെ, അതല്ലെങ്കിൽ ജിന്നു ഗ്രൂപ്പാവട്ടെ, ഔദ്യോഗിക ഗ്രൂപ്പാവട്ടെ, ഏത് ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാലും അവരുടെ സമ്മേളനത്തിന്റെ സ്വാവനീയതകളുടെ അവസാനത്തെ പേജിലെ അറബി ലേഖനത്തിൽ കൃത്യമായിട്ട് നാം ഈ പറഞ്ഞ കാര്യം അവരെഴുതി വെച്ചിട്ടുണ്ട്. وبشهادتها بالدين الحنيف في زمن البعثة المحمدية كما هو ثابت بشهادة التاريخ. ചരിത്രം സാക്ഷി നിൽക്കുന്നത് പോലെ, ചരിത്രത്തിന്റെ സാക്ഷീകരണം കൊണ്ട് സ്ഥിരപ്പെട്ടതുപോലെ കേരളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്നിരിക്കുന്നു എന്നാണ് മുജാഹിദുകൾ തന്നെ അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളുടെ സ്വാവനീയറിന്റെ അവസാനത്തെ പേജിൽ അറബികൾ പാരമ്പര്യം അറിയാൻ പാടില്ല, ആളത്തിനവരില്ല. പക്ഷേ അറബിയിൽ കൃത്യമായി അവരെ എഴുതി വെക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഇസ്ലാമിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാം അവകാശപ്പെടുന്നത്. അത് ചരിത്രപരമായ ഒരു സത്യം കൂടിയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ 1920-കൾക്ക് ശേഷം വന്ന മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തുമൊക്കെ ഈ പാരമ്പര്യത്തിന് അവകാശപ്പെടാത്തവരാണ്. മുജാഹിദിന്റെ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ, അവരുടെ പ്രഭാഷകരെ പരിശോധിച്ചാൽ, ആ പ്രഭാഷണങ്ങളിലും സാഹിത്യങ്ങളിലുമൊക്കെ അവർ അവരുടെ ആചാര്യന്മാരായിട്ട് അവതരിപ്പിക്കുന്നത് ഷാഫി ഇമാമിനെയല്ല, അബൂ ഹനീഫ ഇമാമിനെയല്ല, ഹംബലി ഇമാമിനെയല്ല, മാലികി ഇമാമിനെയല്ല, ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കളെയോ ആരിഫീങ്ങളെയോ സാദാത്യങ്ങളെയോ സാലിഹീങ്ങളെയോ അല്ല. മറിച്ച് ലോകം ദാല്ലും മുദില്ലുമെന്ന് വിധിയെഴുതിയ ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാലിഹീങ്ങളിലൂടെ കൈമാറിയ ഒരു ഇസ്ലാമുണ്ട്. സാലിഹീങ്ങളിലൂടെ കൈമാറിയ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞു, ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഇത്യാദി അനുഗ്രഹീതരുടെ പാതയെ സ്വീകരിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ ദീനിന്റെ അഹ്ലുകാർ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇത് പാരമ്പര്യ സമൂഹത്തിൽ നമുക്ക് വ്യക്തമായി കണ്ടെത്താൻ സാധിക്കും. ഈ പാരമ്പര്യ സമൂഹത്തെ അംഗീകരിക്കുക എന്നുള്ള വാദം ഒരിക്കലും തന്നെ മുശ്രിക്കുകളുടെ വാദമല്ല. ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന മുജാഹിദുകളാവട്ടെ, ജമാഅത്ത് ഇസ്ലാമിക്കാരാവട്ടെ, അവരൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ സമസ്തക്കാര് പറയാറുണ്ടല്ലോ, പാരമ്പര്യമാണ് വലുത്, പാരമ്പര്യത്തിനധിഷ്ഠിതമായ മതമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. ഈ വാദം എന്ന് പറയുന്നത് അബൂജഹലിന്റെ വാദമല്ലേ? കാരണം അബൂജഹലിന്റെ വാദമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടത്തായിട്ട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഇലൈക്കും ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ എന്ന ആശയം കുറിക്കുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തുമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ പിന്തുടരുവിൻ എന്ന് മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ, ബഹുദൈവാരാധകരോട് പറയപ്പെട്ടാൽ, അവിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടാൽ അവർക്കൊരു പ്രതികരണമുണ്ട്. എന്താണ് ആ പ്രതികരണം? ഖാലൂ, അവർ പ്രതികരിക്കുകയാണ്, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, കാരണവന്മാർ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കിട്ടിപ്പോന്ന ആശയത്തെ മാത്രമേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ, മുഹമ്മദിന്റെ കൽപ്പനകൾ ഞങ്ങൾ ചെവി കൊടുക്കുകയില്ല എന്നല്ലേ മുശ്രിക്കുകൾ പ്രതികരിച്ചത്? അതേ പ്രതികരണത്തിന്റെ പുതിയ സ്വഭാവമല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ഒരു മറുചോദ്യവുമായിട്ട് ഇവിടെ മുജാഹിദുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ മുജാഹിദുകളെയും മുജാഹിദിന്റെ പ്രഭാഷകരെയും ഇരുത്തിക്കൊണ്ട് പറയട്ടെ, എന്നാൽ ആ ആയത്തിന്റെ തുടർവാക്യങ്ങൾ എന്താണ്? അല്ലാഹു തആല പറയുകയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ
വലാ യഹ്തദൂൻ. നിങ്ങൾ പറയുന്ന പാരമ്പര്യത്തിന്റെ പ്രത്യേകത എന്താണ്? അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. യാതൊരു ബുദ്ധിയുമില്ലാത്ത, സന്മാർഗത്തിന്റെ അംശം പോലുമില്ലാത്ത ആ കാക്കക്കാരന്മാരെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാദത്തെ അട്ടിമറിച്ചത്. പക്ഷേ നാം അവകാശപ്പെടുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ബുദ്ധിശൂന്യരുടെ പാരമ്പര്യമാണോ, അല്ലെങ്കിൽ അവിവേകികളുടെ പാരമ്പര്യമാണോ, പക്വതയില്ലാത്തവരുടെ പാരമ്പര്യമാണോ, സന്മാർഗമില്ലാത്തവരുടെ പാരമ്പര്യമാണോ? അല്ല. നാം അവകാശപ്പെടുന്ന, നാം അനുധാവനം ചെയ്യുന്ന പാരമ്പര്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ള ഒന്നാമത്തെ കണ്ണി പ്രവാചകന്മാരാണ്, രണ്ടാമത്തെ കണ്ണി സ്വഹാബികളാണ്, താബിഉ താബിഈങ്ങളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, ശുഹദാക്കളാണ്, സയ്യിദുമാരാണ്, മഹാന്മാരായ മുൻഗാമികളാണ്. അവരുടെ പാരമ്പര്യം ഒരിക്കലും ബുദ്ധിശൂന്യമല്ല, അവരുടെ പാരമ്പര്യം ഒരിക്കലും തന്നെ അസാൻമാർഗികമല്ല. മറിച്ച് അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലാഹു അംഗീകരിച്ച പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ, ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങൾ, ആ ആചാരങ്ങളെ കേവലം ചില ഹദീസുകളെയും ചില ആയത്തുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പെയ്തുമാറ്റാൻ ആര് തന്നെ ശ്രമിച്ചാലും ആ ശ്രമം ഇവിടെ വില പോകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ബഹുമാനിച്ച വിഭാഗമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർക്ക് അല്ലാഹു തആല ബഹുമാനം നൽകിയെന്ന് മാത്രമല്ല, ആ ബഹുമാനത്തോടൊപ്പം അവർക്ക് അല്ലാഹു തആല ഒരുപാട് അസാധാരണമായ ഒരുപാട് ബഹുമാനങ്ങളും അവർക്ക് നൽകി. സഹീഹുൽ ബുഖാരിയിലുള്ള വളരെ പ്രസിദ്ധമായ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, എന്റെ അടിമ എന്നോട് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് എന്നോട് അടുത്തു കഴിഞ്ഞാൽ, സദാസമയത്തും ദിക്ർ ചൊല്ലിക്കൊണ്ട്, ഔറാദിലായിക്കൊണ്ട്, അഅമാലിലായിക്കൊണ്ട് എന്റെ അടിമ എന്നോടടുത്തു കഴിഞ്ഞാൽ, കുന്തു സംഅഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹുല്ലദീ യുബ്സിറു ബിഹി ഔ കമാ ഖാൽ, അല്ലെങ്കിൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹുല്ലതീ യബ്തിസു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജിലഹുല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്ന് പറഞ്ഞാൽ അവന്റെ അവയവങ്ങളുടെ ഓരോ അവയവങ്ങളും അല്ലാഹു ആകുമെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അവന്റെ കണ്ണുകൾക്കും കാലുകൾക്കും അവന്റെ ശരീരാവയവങ്ങൾക്കും അവന്റെ ആത്മാവിനും സാധാരണ മനുഷ്യന്മാർക്കില്ലാത്ത അസാധാരണമായ പ്രഭാവങ്ങളും കഴിവുകളും ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാമുകൾ കൃത്യമായി വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഗ്ദാദിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക് അക്കാലത്തെ പ്രമുഖ പണ്ഡിതനായ അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്തിനാ കടന്നു വരുന്നത്? അബൂബക്കറുൽ ഇമാദ് വലിയ പണ്ഡിതനാണ്, ഉസൂലുദ്ദീനിൽ വലിയ പാണ്ഡിത്യമുള്ളയാളാണ്. പക്ഷേ തന്റെ വിശ്വാസ തത്വ സംഹിതകളിൽ ചില സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടാവുകയാണ്. ഈ സംശയം തീർക്കുവാൻ, എന്റെ വിശ്വാസം ക്ലിയറാണോ എന്നുള്ള സംശയം തീർക്കുവാൻ ബഗ്ദാദിലെ മജ്ലിസിൽ വെച്ചുകൊണ്ട് വഴന്നു പറയുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സവിധത്തിലേക്ക് കടന്നു ചെല്ലുന്ന മഹാനായിരിക്കുന്ന അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് കയറേണ്ട താമസം ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ അബൂബക്കർ, ഓ അബൂബക്കറേ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്സഹാബ, നമ്മുടെ അഖീദ, ഞാനും നിങ്ങളും വെച്ച് പുലർത്തുന്ന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ ആചാരങ്ങളുണ്ടല്ലോ, ആ വിശ്വാസ ആചാരങ്ങൾ നമ്മളായിട്ട് നെയ്തെടുത്തവയല്ല, നമ്മളായിട്ട് ദീനിൽ കടത്തിക്കൂട്ടിയതല്ല. മറിച്ച് ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്സഹാബ, സലഫ് സാലിഹിന്റെയും സ്വഹാബത്തിന്റെയും വിശ്വാസമാണ് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. ഞാൻ എന്റെ മനസ്സിനകത്ത് സൂക്ഷിച്ച ഒരു സംശയത്തിന്റെ പ്രതിവിധിക്ക് വേണ്ടി മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആരാണ് അബൂബക്കർ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്? ആരാ പറഞ്ഞു കൊടുത്തത്? അതാണ് അഭൗമമായ അമാനുഷികമായ അറിവുകളും അദൃശ്യപരമായ ജ്ഞാനങ്ങളും ഇടപെടലുകളും മഹാന്മാരായിരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകും എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ
ആൺമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരിക്കലും തന്നെ അത് അതിവർണ്ണനയല്ല, അമിതവർണ്ണനയല്ല, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്, ചരിത്രത്തിന്റെ സാക്ഷീകരണം കൊണ്ട് സ്ഥിരപ്പെട്ട വസ്തുതയാണ്. ഈ ചരിത്രം ആരാ ഉദ്ധരിച്ചത്? ബിദഅകൾക്ക് പോലും അംഗീകൃതനായ ഹാഫിളുൽ ദഹബി എന്ന് പറയുന്ന ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സിയറു അഅ്ലാമിൻ നുബലാ എന്ന ലോക പ്രസിദ്ധ കിതാബില് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ എടുത്തുദ്ധരിച്ച സംഭവമാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്മരണയുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ വഫാത്തിന് ശേഷം അവരുടെ ഖബറുകൾ അത് സജീവമാക്കപ്പെടുക എന്നുള്ളത് പരമ്പരാഗതമായിട്ട് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിന്നു പോരുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഹിജ്റ 60-ാം വർഷങ്ങളിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ മദീനയിലെ ഗവർണർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ റൗളക്ക് ചില കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ആ കേടുപാട് തീർക്കുവാൻ വേണ്ടി അവിടെ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ ആ അറ്റകുറ്റപ്പണിയിൽ ഒരു കാൽപാദം പ്രത്യക്ഷപ്പെടുകയാണ്. പടച്ച തമ്പുരാനെ, എന്റെ പ്രവർത്തനത്താൽ റസൂലുള്ളാഹിന്റെ കാൽപാദമാണോ ഈ പ്രത്യക്ഷപ്പെട്ടത്? അപ്പൊ ഒരു സംശയം മുബ്തദീങ്ങൾക്കുണ്ടാകും, മരിച്ചുപോയാൽ പിന്നെന്താ, ജീർണിച്ച് മണ്ണായിപ്പോയില്ലേ? ജീർണിച്ച് മണ്ണായിപ്പോയ ഒരു മനുഷ്യന്റെ ശരീരം 6 പതിറ്റാണ്ടിന് ശേഷം പിന്നെ എങ്ങനെ കാണും എന്നൊരു സംശയം ഒരുപക്ഷേ ഇവിടത്തെ മുബ്തദീങ്ങൾക്ക് ഒരുപക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ ആ സംശയത്തിന് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളുടെ ആത്മാവിന് മാത്രമല്ല പ്രത്യേകത നൽകിയിട്ടുള്ളത്, അംബിയാക്കളുടെ ജസദിന് പ്രത്യേകതയുണ്ട്. അംബിയാക്കളുടെ ജസദുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരികമായ ഖുസൂസിയത്തുകള്, ശാരീരികമായ സവിശേഷതകള് അവിടുത്തെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോകും എന്ന് ആരെങ്കിലും ജൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ജൽപ്പനം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനപരമായ ആശയത്തിന്റെ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വടിച്ചെടുത്ത ആ വിയർപ്പിൽ കസ്തൂരിയുടെ സുഗന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുട്ടികളെ രോഗശമനത്തിന് വേണ്ടി അതുപോലെ തന്നെ സുഗന്ധ ലേപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന ചരിത്രം രേഖപ്പെടുത്താൻ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുറിഞ്ഞു പോകാത്ത ശാരീരിക പ്രത്യേകതകൾ അംഗീകരിക്കാൻ സ്വഹാബത്ത് വൈമനസ്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ശാരീരികമായ പ്രത്യേകതകളെ എതിർക്കുന്ന ആളുകൾ മുജാഹിദുകളും ജമാഅത്തുകാരും ആ മുജാഹിദുകൾ ജമാഅത്തുകാരോട് ഓരം പറ്റാൻ വേണ്ടി ശ്രമം നടത്തുന്നുവോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയത്തിലേക്കുന്ന സമസ്തയിൽ നിന്ന് പുറത്തുപോയ വിഘടിത വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ വഫാത്തിനു ശേഷം ഉണ്ടാകണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് അവിടുത്തെ ശരീരത്തിന്റെ ആ ശരീരം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ആ ശരീരത്തിന് ഭാഗികമായിട്ടോ അവിടുത്തെ ശരീരം അത് സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ അല്ലെങ്കിൽ മറ്റെന്തിന്റെയും പ്രകാശത്തിൽ അതിന് നിഴലുണ്ടാകുകയില്ല എന്ന് സ്വഹീഹായ ഹദീസിലൂടെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന കിതാബിന്റെ 1-ാമത്തെ വാല്യം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഉപശീർഷകമായ ബാബു തഖ്ലീഖി നൂറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ ആ സവിശേഷത അവിടുത്തെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വാദം വെച്ച് പുലർത്തുന്ന ആളുകളാണ് വഫാത്തിനു ശേഷം പിന്നീട് ആ പ്രവാചകന്മാരെ ആദരിക്കേണ്ടതില്ല, അവരുടെ സ്മരണകൾ നിലനിർത്തേണ്ടതില്ല എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർക്ക് അള്ളാഹുവിന്റെ ബഹുമാനവും ആദരവുകളും കറാമത്തുകളും ലഭിക്കുക എന്നുള്ളത്
അതൊരിക്കലും തന്നെ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷമോ അല്ലെങ്കിൽ മരണത്തോടനുബന്ധിച്ചോ മാത്രമാവണമെന്നില്ല. പലപ്പോഴും അവർക്ക് ജന്മനാ തന്നെ കറാമത്തുകൾ ഉണ്ടാവാം. ജന്മനാ തന്നെ കറാമത്തുകൾ ഉണ്ടായ എത്രയോ ഔലിയാക്കന്മാരുടെ ചരിത്രം, അമ്പിയാക്കളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാനതൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന നീണ്ട ഒരു ഹദീസിലുണ്ടല്ലോ, റിയാദ് സ്വാലിഹീനിൽ ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, ഒരു കുട്ടി സിഹർ പഠിക്കാൻ വേണ്ടി പോവുകയും പിന്നീട് ആ കുട്ടി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ഒരു കുട്ടിയായി തീരുകയും അതിന്റെ പേരിൽ ആ കുട്ടിയെയും ആ കുട്ടിക്ക് ഹിദായത്ത് കൊടുത്ത മഹാനായ അദ്ദേഹത്തിന്റെ ഗുരുനാഥനെയും ആ കുട്ടി കാരണത്താൽ ഇസ്ലാമിനെ സ്വീകരിച്ച രാജസദസ്സിലെ ഒരു മന്ത്രിയെയും നിഷ്കരണം വധിച്ച അവിടുത്തെ രാജാവിന്റെ പ്രവർത്തനത്തിൽ അവസാനം ആ കുട്ടിയെയും കൊന്നൊടുക്കിയ ആ രാജാവിന്റെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ നാട്ടുകാർ മുഴുവൻ ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഈ മഹാനായ കുട്ടിയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ മുഴുവൻ മുസ്ലിമായപ്പോൾ ഈമാൻ കൊണ്ടപ്പോൾ രോഷാകുലനായ രാജാവ് വലിയ ഒരു കിടങ്ങ് കീറിക്കൊണ്ട് ആ കിടങ്ങിൽ തീ ആളി കത്തിപ്പിച്ചുകൊണ്ട് ആ ആളി കത്തുന്ന തീയിലേക്ക് ആ നാട്ടുകാരെ മുഴുവൻ ഇട്ടുകൊണ്ട് കത്തിച്ചു ചാമ്പലാക്കി കളയുകയാണ്. അവസാനത്തെ ഊഴത്തിൽ മുസ്ലിമത്തായ ഒരു ഉമ്മ, ആ ഉമ്മ യഥാ തന്റെ തൊക്കത്ത് തന്റെ കുട്ടിയുമായിട്ട് തീയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ പെട്ടെന്ന് തന്റെ കുട്ടിയെ ഓർത്തുകൊണ്ട് ആ തീയിലേക്ക് എങ്ങനെ എടുത്തു ചാടുമെന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലതാ മുല കുടിക്കുന്ന കുട്ടി സംസാരിക്കുന്നു. ഉമ്മ ക്ഷമിക്കണം, നാം ഹക്കിന്റെ മേലിലാണ്, നാം ഹക്കിന്റെ മേലിലാണ്, അതുകൊണ്ട് തീയിലേക്ക് എടുത്തു ചാടണം, നാം ഷഹീദാവണം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സംഭവം മാത്രമാണ്? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഗർഭാശയത്തിലിരിക്കുമ്പോൾ തന്നെ ഒരു വേദശാസ്ത്രത്തിൽ വലിയ പ്രാവീണ്യമുള്ള വലിയ ഇൽമിന്റെ ഉടമയായി എന്ന് തഫ്സീറിന്റെ കിതാബുകൾ പഠിപ്പിച്ചതല്ലേ? തൊട്ടിൽ കിടക്കുമ്പോൾ തന്നെ സംസാരിച്ചത് ഖുർആൻ പഠിപ്പിച്ചതല്ലേ? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയ ആ വലിയന്റെ വിലായത്തും ആ വലിയന്റെ കറാമത്തും ജന്മന അല്ലാഹു തആല നൽകുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ ഒരു ശാസ്ത്രവും അതിനെ എതിർത്തിട്ടില്ല. മറിച്ച് ഇസ്ലാമിന്റെ മുഴുവൻ ശാസ്ത്രങ്ങളും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുഴക്കാട്ടിരിയിലുള്ള ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന ചരിത്രത്തിന്റെ പിൻബലമുള്ള പൈതൽ ജാറത്തിൽ വിശ്രമിക്കുന്ന പൈതൽ എന്ന് പറയുന്ന ആ സയ്യിദായ ആ കുട്ടിയുടെ കറാമത്തുകൾ, അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടാകുകയില്ല എന്ന്, അങ്ങനെ ഒരു സവിശേഷത ഒരാൾക്ക് നൽകപ്പെടുകയില്ല എന്ന് പുഴക്കാട്ടിരി അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഹദീസ് പഠിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒരു ഇതൊന്നും നിങ്ങൾ മറിച്ചു നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് പടപട എന്ന് മലയാളത്തിൽ കുറെ പ്രസംഗിക്കാൻ കഴിയുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രമാണത്തിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ആഴ്ച പഴക്കാട്ടിരി അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ഈ മനുഷ്യന്റെ ആരോപണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്? സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ടത്രേ, ഔലിയാക്കളെ ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് അത് ശിർക്കിന്റെ ഏർപ്പാടാണ് എന്നും അത് ലഅനത്തിന്റെ ഏർപ്പാടാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്ത കാര്യമാണ് എന്നും സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട് പോലും. എന്താണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതനസ്രാനികൾ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. ജൂതനസ്രാനികൾ അല്ലാഹു ലഅനത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. എന്താണ് സുജൂദിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ? സുജൂദിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് 3 വ്യാഖ്യാനം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ആ മരിച്ചു കിടക്കുന്ന ആ ഖബറിനകത്ത് കിടക്കുന്ന വലിയ എന്റെ ഇലാഹാണ് റബ്ബാണെന്ന നിലക്കുള്ള ആ സാഷ്ടാംഗം രേഖപ്പെടുത്തുന്ന സുജൂദ്, ആ സുജൂദ് ശിർക്കിന്റെ ഏർപ്പാടാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതിനെയാണ് റസൂലുള്ള പറഞ്ഞത്. അല്ലെങ്കിലോ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്, പക്ഷേ ആ ഖബറിനെ ഖിബലയാക്കുന്നു.
ആ നിലക്കുള്ള സുജൂദിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുള്ളത്. അതല്ലെങ്കിലോ അള്ളാഹുവിനല്ല സുജൂദ് ചെയ്യുന്നത്, പക്ഷേ ഈ മരിച്ചു കിടക്കുന്ന ആളെ ഇലാഹു റബ്ബുമൊന്നും നോക്കുന്നില്ല, പക്ഷേ അയാളൊന്ന് ബഹുമാനിക്കാൻ വേണ്ടി നെറ്റിത്തടം നിലത്ത് വെക്കുക എന്നുള്ള സുജൂദ് ചെയ്യുന്നു. ഇത് ഹറാമാണ്, ഇത് വലിയ ദോഷമാണ്, തെറ്റാണ്. ഈ നിലക്കുള്ള 3 രൂപത്തിലുള്ള സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സാധാരണക്കാരുടെ ഖബറിൽ നിന്ന് വ്യതിരിക്തമായി ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ഖബറാണെന്നറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു അടയാളമെന്ന നിലക്ക് സ്ഥാപിക്കപ്പെടുന്ന കെട്ടിപ്പടുത്ത മഹാന്മാരുടെ ഖബറിടങ്ങളെ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിട്ടേ ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഭവവികാസത്തിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ആ ഖബർ, ആ റൗദയിൽ കാണപ്പെട്ട ആ കാല് ആരുടെ കാലാണ്? അത് റസൂലിന്റെ കാലാണോ അതോ അവിടുത്തെ 2 ഖലീഫമാരുടെ കാലാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി പ്രമുഖനായ സ്വഹാബി വര്യനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അത് റസൂലിന്റെ കാൽപാദമല്ല, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയതിനു ശേഷം വീണ്ടും ആ റൗളയെ ചമനീയമാക്കിക്കൊണ്ട് കമനീയമാക്കിക്കൊണ്ട് വീണ്ടും അതിനെ സജീവമാക്കിക്കൊണ്ട് സംരക്ഷിച്ചു നിർത്തിയത് എന്തിന്റെ പേരിലായിരുന്നു? അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ തകർന്നു പോയത് അങ്ങനെ കിടക്കട്ടെ, ഖിയാമത്ത് വരെ നാം അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നല്ലേ ചരിത്രം വിലയിരുത്തേണ്ടിയിരുന്നത്. മറിച്ച് അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള താബിഈങ്ങളായ സലഫ് സാലിഹീങ്ങളായ മഹാന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ 2 ഖലീഫമാരുടെയും ഖബറിടങ്ങളെ പരിശുദ്ധമായി പരിപാവനമായി സംരക്ഷിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി നിലനിർത്തിപ്പോന്നു എന്നുള്ളത് തന്നെ മഹാന്മാരുടെ ഖബറിടങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുക എന്നുള്ള സ്വഹീഹായ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെയാവൽ ജായിസാണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയല്ലേ. അതുകൊണ്ടല്ലേ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു കൃത്യമായി പറഞ്ഞു, ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് ഇൻ കാന ലിഗർലിൻ സ്വഹീഹിൻ, അത് സാധുവായ മതമംഗീകരിക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ ജാസ, അത് അനുവദനീയമാണെന്നാണ് മതം പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പുഴക്കാട്ടിൽ അങ്ങാടിയിൽ വന്നുകൊണ്ട് ഈ നാടിന്റെ അഭിമാനങ്ങളായ സയ്യിദുമാരെ ഇകഴ്ത്തിക്കെട്ടുവാൻ വേണ്ടി കറാമത്തിന്റെ ഉടമയായ ഒരു പിഞ്ചു സയ്യിദിന്റെ ആ കറാമത്തിനെയും അവിടുത്തെ ഖബറിടത്തിനെയും പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ച ആളുകൾ, ആ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ പരിപാടികളും ദീനുൽ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനുള്ള ഏർപ്പാടാണെന്ന് മാത്രമാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുപാട് ആചാരങ്ങളെ ബിദ്അത്തിന്റെ ആചാരങ്ങളായിട്ട് ചില ആളുകളൊക്കെ വ്യംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അവർ പൊതുരംഗത്തുള്ളവരായേക്കാം. ഇസ്ലാമിക സമൂഹത്തിന്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആചാരത്തെ ബിദ്അത്തിന്റെയും അനാചാരത്തിന്റെയും ആചാരങ്ങളായിട്ട് സൂചനാ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളെയും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഉലമാക്കളുടെ അംഗീകാരത്താൽ ഇവിടെ നടപ്പിൽ വന്ന ഏതേതു ആചാരങ്ങളാവട്ടെ, അത് സുബ്ഹിക്ക് ഖുനൂത്തോതാവലാവട്ടെ, മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തലാവട്ടെ, അല്ലെങ്കിൽ ഖബറിടത്തിൽ ദുആ ചെയ്യലാവട്ടെ, അല്ലെങ്കിൽ മരിച്ചവനെ മറമാടിയതിനു ശേഷം തൽഖീം ചൊല്ലിക്കൊടുക്കലാവട്ടെ, തറാവീഹിന്റെ 20 റക്അത്താവട്ടെ, മിഅ്റാജ് ദിനത്തിൽ നോമ്പ് നോൽക്കലാവട്ടെ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾ വിശദീകരിച്ച ഏതേതു ആചാരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ ആചാരങ്ങളൊക്കെ തന്നെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തില് ഇവിടെ 100,000 തവണ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് എതിരാളികളെ ജൽപ്പനകളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യത നിലനിർത്തിപ്പോന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേതെങ്കിലും ഒരു ആചാരം അത് തെറ്റായ ആചാരമാണെന്ന് അറിവില്ലാതെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ വളരെ താഴ്മയുടെ ഭാഷയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരെ അംഗീകരിക്കണം. പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ കേട്ടുകൊണ്ടാണ് സാധാരണക്കാർ
കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും ഇന്ന് ചില കുത്തുവാക്കുകൾ, ചില കുത്തുലേഖനങ്ങൾ നമുക്കെതിരിൽ പല ആളുകളും ബോധപൂർവം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരാണ് കുഴപ്പക്കാർ, പണ്ഡിതന്മാരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ. പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ ഇകഴ്ത്തുന്ന തരത്തിലുള്ള ചില കുത്തുവാക്കുകൾ ചില ആളുകളൊക്കെ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. പക്ഷേ പണ്ഡിതന്മാരുടെ സ്ഥാനം എന്താണ്? പണ്ഡിതന്മാരുടെ പദവി എന്താണ്? പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത എന്താണ്? സഹീഹുൽ ബുഖാരിയിലെ ഒരൊറ്റ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് അക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നല്ലാഹ ലാ യൻസിഉൽ ഇൽമ ഇന്തിസാഅൻ വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഒരിക്കലും തന്നെ ഒരു ഊരിയെടുക്കുകയില്ല. പിന്നെ ഇസ്ലാമിന്റെ ഇൽമിനെ അല്ലാഹു തആല പിടിച്ചെടുക്കൽ എങ്ങനെയാണ്? ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളെ വഫാത്താക്കൽ കൊണ്ടാണ് എന്ന് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഉലമാക്കൾ എന്ന് പറയുന്നത് അവരുടെ കീഴിൽ ജീവിക്കേണ്ടവരാണ് സാധാരണക്കാർ. എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മതം മനസ്സിലാക്കേണ്ടത് ഉലമാക്കളിലൂടെയാണ്. ഇത് വെറുതെ നമ്മൾ അവകാശപ്പെടുകയല്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാഹു തആല സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, സൂറത്തുൻ നഹ്ലിലും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കുക. ഈയിടെയായിട്ടൊരു മുജാഹിദിന്റെ പ്രവർത്തകനുമായിട്ട് ഒരു മണിക്കൂറിയുള്ളവൻ ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? നിസ്കാരത്തിൽ നെഞ്ചത്താണ് കൈകെട്ടേണ്ടത് എന്ന്. എന്റെ വാദം എന്തായിരുന്നു? നെഞ്ചിന് താഴെയാണ് കൈകെട്ടേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് നിങ്ങളുടെ പ്രമാണം എന്താണെന്ന് ചോദിച്ചു. ആ പ്രമാണത്തിന് അയാൾ ഒരു ഹദീസ് ഓതി. ആ ഹദീസ് ഉള്ളതെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ വലതു കൈ ഇടതു കൈയിന്റെ മേൽ വെച്ചു. എവിടെ വെച്ചു? അലാ സദ്രിഹി വെച്ചു എന്നുള്ള ഒരു ഹദീസാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അലാ സദ്രിഹി എന്നുള്ള ഹദീസിന് നെഞ്ചിന്റെ മേൽ എന്ന് അർത്ഥം വെക്കാനുള്ള നിങ്ങളുടെ അറബി ഗ്രാമറിൽ ഏതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഞ്ചിന്റെ മേൽ എന്ന് നിങ്ങൾ അർത്ഥം വെച്ചത്? നിങ്ങളുടെ ആ വിഷയത്തിലുള്ള വിജ്ഞാനം എന്താണ്? നിങ്ങളുടെ അറിവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരു മറുപടിയില്ല. ആ വിഷയത്തിലുള്ള അറബ് ഭാഷയുടെ ഗ്രാമറിന്റെ നിയമങ്ങൾ പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ അയാൾക്കൊരു ഗ്രാമർ നിയമം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു ക്രിയാപദത്തോട് ഒരേ അക്ഷരം രണ്ടു തവണ ഒരേ അർത്ഥത്തിൽ ബന്ധപ്പെടുത്തുവാൻ പാടില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ അക്ഷരത്തിന് വ്യത്യസ്തമായ മറ്റൊരു അർത്ഥം നൽകണം എന്നാണ് അറബ് ഗ്രാമറിന്റെ നിയമമെന്ന് ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വലതു കൈ ഇടതു കൈയിന്റെ മേൽ വെച്ചു. പിന്നെ എവിടെ വെച്ചു? നെഞ്ചിനടുത്ത് നെഞ്ചിനു താഴെ വെച്ചു. അത് മറ്റുള്ള ഹദീസുകളെ കൊണ്ട് വ്യക്തമായതുമാണ്, തെളിഞ്ഞതുമാണ് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴും അയാളുടെ വാദത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല. പക്ഷേ തന്റെ വാദത്തിന് മൂലമായി സമർപ്പിച്ച തെളിവിന്റെ വ്യാഖ്യാനത്തിന് നിങ്ങൾ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്ന നമ്മുടെ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വിവരമില്ലാത്തവർ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ഇവിടെ മുജാഹിദ് ഉണ്ടാകുന്നത്. വിവരമില്ലാത്തവർ പ്രമാണത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ഇവിടെ ജമാഅത്ത് ഉണ്ടാകുന്നത്. വിവരമില്ലാത്തവർ പ്രമാണത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ഇവിടെ തബ്ലീഗുകാരുണ്ടാകുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരോട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ചെറുപ്പക്കാർ ചില നവാസങ്ങളിൽ ചേക്കേറുമ്പോൾ തന്നെ അവരും ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ആശയവാഹകരായി മാറുകയും പണ്ഡിതന്മാരുടെ നേതൃത്വത്തെ ധിക്കരിക്കുകയും സ്വതന്ത്രക്കാരെങ്കിലും ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു. അതിന് രാഷ്ട്രീയ മുഖമുണ്ടാവട്ടെ, മുഖമില്ലാതിരിക്കട്ടെ, എന്ത് മുഖത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യങ്ങളുണ്ടെങ്കിലും മതത്തെ ഹനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഒരു മുസ്ലിമിനും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിച്ചു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഇജ്തിഹാദിന് യോഗ്യതയില്ലാത്ത സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾ അവര് ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്, അവര് ഹദീസിനെ മനസ്സിലാക്കേണ്ടത്, അവര് പ്രമാണ
വാർത്ത മനസ്സിലാക്കേണ്ടത്, അവർ മതത്തെ നിരീക്ഷിക്കേണ്ടത് പണ്ഡിതന്മാരിലൂടെയാണ്, ഉലമാക്കളിലൂടെയാണ്, ശാഫിഈ ഇമാമിലൂടെയാണ്, മറ്റു ഇമാമിയങ്ങളിലൂടെയാണ് എന്ന് എല്ലാ തഫ്സീറിന്റെ കിതാബുകളും രേഖപ്പെടുത്തുന്ന ആ അടിസ്ഥാനപരമായ ആശയം, ആ ആശയത്തിന്റെ വാഹകരായി മാറുക, ഇതാണ് അഹ്ലുസുന്നയുടെ ആദർശം. ആ ആദർശത്തിന്റെ പ്രചാരണ പ്രവർത്തനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ, സമകാലിക സംഭവവികാസങ്ങളും അതുപോലെയുള്ള അഹ്ലുസുന്നയുടെ ആശയ സംഹിതകളും വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് അബ്ദുസ്സമദ് ബുക്കൂട്ടൂർ സാഹിബ് ഇവിടെ പ്രഭാഷണം നടത്താനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.